ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ നടുവിൽ യോർദാന്റെ മുമ്പിൽ അവരെത്തി. ഇന്ന് വരെ യോർദാൻ ആരും കടന്നിട്ടില്ല. ആ യോർദാന്റെ മുമ്പിൽ അവരെത്തിയ ജനമെല്ലാം ഭാരപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ യോശുവ ദൈവാത്മ നിയോഗിതനായി പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അപ്പം ദൈവത്തെ ഒരു മനുഷ്യൻ അടുക്കണമെങ്കിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നത്? 1 യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. രണ്ടാമത് 1 യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ പഠിക്കുക, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് നാം ശുദ്ധീകരിക്കും. 3-ാമത്തെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്, കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. അപ്പൊ രക്തത്താലുള്ള ശുദ്ധീകരണം, ഏറ്റുപറച്ചിലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള ശുദ്ധീകരണം. ലേഖനത്തിലൊരു ഭാഗത്ത് എഴുത്തിട്ടുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. യോശുവ പറയുകയാണ്, മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ കണ്ട് പേടിക്കണ്ട, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം ചെയ്യാൻ പോവാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നാളെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അതിശയം ചെയ്യും, അല്ലെങ്കിൽ ഒരു അത്ഭുതം ചെയ്യും? ഒരിക്കലും വഴി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നിനക്ക് ദൈവം വഴി ഉണ്ടാക്കി തരാൻ പോവാ. എന്താണ് യോശുവയുടെ പുസ്തകത്തിൽ നടന്ന അതിശയം? ബ്ലോക്കായിടത്തൊരു വഴി തുറന്നു വന്നു. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൺമുമ്പിൽ ഇന്നുവരെ ആർക്കും മുമ്പിൽ വഴിമാറാത്ത തടസ്സം നിനക്ക് മുമ്പിൽ അലയടിച്ചുയരുമ്പോഴും പ്രാർത്ഥിക്കുന്ന നീ മനസ്സിൽ പറയണം, യഹോവ എനിക്ക് ഒരു അതിശയം ചെയ്യും. നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, ഇന്ന് ദൈവം ഒരു അതിശയം ചെയ്യും, നാളെ ദൈവം ഒരു അതിശയം ചെയ്യും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു, ഞങ്ങൾക്ക് മുമ്പിൽ ഒരു അത്ഭുതം ചെയ്യണമേ. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ രക്തത്താലും ഏറ്റുപറച്ചിലിനാലും വചനത്താലും ശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം ചെയ്യാമെന്ന് പറഞ്ഞ കർത്താവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു അതിശയം ചെയ്യണം. ഇതുവരെയും നടക്കാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതിശയം പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു.